സുഹൃത്തുക്കളെ, ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാട്ടോ. ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് ഞാനും പയൽച്ചാച്ചയും കൂടി ഞങ്ങളൊരു യാത്ര പോകാം കേട്ടോ. ഈ ബോർഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു ഞാൻ എങ്ങോട്ടാണ് പോകണേന്ന്. അതെ, ഞങ്ങളും പോണത് കല്ലൂർക്ക് തന്നെയാണ് കേട്ടോ. വയനാട്ടിൽ കുതിരപ്പന്തയം നടക്കുമെന്ന് പറയുമ്പോൾ അത് കാണാനൊരാഗ്രഹത്തോടു കൂടി ഞങ്ങൾ പോയതാണ്. ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മാത്യു ചേട്ടനും കൂട്ട് കിട്ടി കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് കുതിരപ്പന്തയം കാണാൻ പോവുക. ആ കാഴ്ചകൾ നിങ്ങളെയും കൂടി കാണിക്കണം എന്ന് വിചാരിച്ചു കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. നല്ല അടിപൊളി സ്ഥലം കേട്ടോ, നല്ല ആംബിയൻസ്. വയനാട്ടിലെ പിന്നെ സ്ഥലത്തിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാ സ്ഥലവും കുന്നും മലയും വയലും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. കുതിരകളും ഒരു രക്ഷയില്ല കേട്ടോ. ഒരുപാട് അടിപൊളി കുതിരകൾ വന്നിട്ടുണ്ട്. എനിക്ക് ഏതൊക്കെയാണ് കുതിരകളെന്നൊന്നും എനിക്കറിയില്ല. നമ്മളങ്ങനെ തുടക്കക്കാരാണല്ലോ. കുതിര ഒരെണ്ണം വളർത്തു എന്നല്ലാണ്ട് റൈഡിങ് പോലും ഞാൻ മുഴുവനായിട്ട് പഠിച്ചിട്ടില്ല. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പോയി കാണാനായിട്ട്. നല്ല അടിപൊളി എക്സ്പീരിയൻസായി. എങ്ങനെയാണ് റേസ് ഓടിക്കണത്, അവർ എങ്ങനെയാണ്. ഇതിൽ ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്ന് അറിയും, കുറേ കുതിരേനെ പിടിച്ചുകൊണ്ട് വന്നേക്കണ പിള്ളേർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. ഇല്ല, ചെറിയ പിള്ളേർ 10ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർ, അവരാ കുറേ കുതിരകളെ കൊണ്ടുവന്നേക്കണം കേട്ടോ. അവർ ഈ കാലഘട്ടത്തിലും മൊബൈൽ ഫോണിലേക്കുള്ള അഡിക്ഷൻ ഇല്ലാണ്ട് കുതിരകളോടുള്ള അഡിക്ഷൻ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു രസം ഫീലാവും കേട്ടോ. റേസ് നിങ്ങളൊക്കെ കാണും. കുറേ കുതിരകളുടെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ വേറെ നല്ല അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും വരാം കേട്ടോ. ടിൽ ദെൻ, ബൈ ബൈ. ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ നിള പോലെ കൊഞ്ചിയൊഴുകുന്നിതെന്നു മഴകേ. അവനുണ്ട് പുറത്ത്. എന്താണ്? എന്തൊരു നാറ്റത്. ആദ്യം വലി നിർത്തി, എന്നിട്ട് മതി ഉമ്മ. ഓക്കെ, നിർത്തി. ശരിക്കും വലി നിർത്തിയോ? ഉമ്മ നിർത്തി. ജീവാംശമായി താനേ